ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ എല്ലാവരും എൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട് എന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം ഇപ്പം ഏകദേശം എന്താ പറയുന്നത്, നമ്മുടെ ഈ കാലാവസ്ഥയൊക്കെ ഇപ്പം മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയാണല്ലേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന പ്രോഗ്രാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്തു. എനിക്കതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്, നമ്മൾ വാർത്തയെല്ലാം കേൾക്കുമ്പോഴല്ലേ, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ വിദേശ രാജ്യത്ത് എവിടെയാണെന്ന് തോന്നുന്നു 4 പേരെ അല്ലേ ഒരച്ഛൻ അമ്മയെയും 2 മക്കളെയും കൊന്നു എന്നെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ചില വീടുകളിൽ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ വല്ലാത്ത ഒരു മുരടിപ്പാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, പരസ്പരം സംസാരിക്കുന്നില്ല. ആരും തമ്മിൽ ഇപ്പോഴും പരസ്പരം സംസാരിക്കുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ കൂട്ടുകുടുംബങ്ങളായിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ മറ്റേ ആൾ വന്ന് ചോദിക്കും, എന്താ ഇങ്ങനെ ഇരിക്കണേ, വിഷമിക്കേണ്ടെന്നേ, കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ പരസ്പരം ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്തിലാണ്. ഈ മൊബൈലെല്ലാം വന്നതോടുകൂടി എപ്പം നോക്കിയാലും മൊബൈലിലാണ് സമയം കഴിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും പരസ്പരം സംസാരിക്കുന്നില്ല. മൊബൈൽ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടുള്ള രീതികളാണ് നമ്മൾ എവിടെയും കാണുന്നത്. അപ്പം എന്ത് തന്നെ പിണക്കങ്ങളുണ്ടെങ്കിലും, എന്ത് തന്നെ വഴക്കുകളുണ്ടെങ്കിലും, എന്ത് തന്നെ ഉണ്ടെങ്കിലും അതിന് ഒരു രാത്രി മാത്രമേ ആയുസ്സ് നൽകാവുള്ളൂ. എത്ര പിണക്കമാണെങ്കിൽ പോലും, നമ്മുടെ സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും ഒന്ന് പിണങ്ങിപ്പോയാൽ അന്ന് രാത്രി കൊണ്ട് ആ പിണക്കം തീർക്കണം. കാരണം നാളെ നേരം വെളുത്ത് നമ്മൾ ആരാണ്, എഴുന്നേൽക്കുകയോ എഴുന്നേൽക്കില്ലയോ എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ആ പിണക്കം വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് പിന്നെ ഒരു തീരാത്ത സങ്കടമായി തീരുമല്ലേ. ആദ്യകാലത്തൊക്കെ ഒരുപാട് സ്നേഹിച്ച് മക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആഗ്രഹിച്ചുമൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു വന്ന ആളുകളാണ്. അല്ലാതെ ആരും ഇവിടെ വലുതോ ചെറുതോ എന്നൊന്നുമില്ല. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചായകുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ പൂമുഖത്ത് വന്നിരിക്കും. അച്ഛൻ കസേരയിലിരിക്കും, അമ്മ താഴെ ഇരിക്കും, കുട്ടികളെല്ലാം ഇരിക്കും. ആ സമയത്ത് പെൺകുട്ടികളെയൊക്കെ പിടിച്ച് അമ്മമാർ തലയൊക്കെ ചീവി നന്നായിട്ട് എന്താ പറയുക, തലയിൽ പേനൊക്കെ കൊന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേട്ടത്തി അനിയത്തിയുടെ തല നോക്കുക. അങ്ങനെ കുറച്ച് സമയം എല്ലാവരും കൂടി ഓരോ ചർച്ചകളാണ് വീട്ടിലെ കാര്യങ്ങൾ. അതായത് നാളെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇന്ന് നമുക്ക് എന്താ കറി വയ്ക്കണ്ടേ, നാളെ അമ്മായിയുടെ വീട്ടിൽ പോകണം, ആരൊക്കെയാണ് പോകുന്നത്, അതുപോലെ അടുത്ത ദിവസം ഒരു കല്യാണമുണ്ട്, അവിടെ അച്ഛൻ പോവോ ഞാൻ പോകണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരസ്പരം ഒരു ചർച്ച തന്നെയാണ്. അതുപോലെ പഠിക്കുന്ന കാര്യമാണെങ്കിലും അതെ, ഇനി നീ എന്താ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ആരും ആരോട് സംസാരിക്കുന്നില്ല, ആരും ആരുടെ ആഗ്രഹങ്ങൾ അറിയുന്നില്ല, ആരുടെയും ദുഃഖങ്ങൾ അറിയുന്നില്ല, ഒന്നും ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ വീടിൻ്റെ ഓരോ കടങ്ങളും ആ വീട്ടിലെ കുട്ടികൾക്ക് വരെ അറിയാം. ഇന്നയാൾക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് പണ്ട് കുട്ടികൾക്ക് വരെ അറിയായിരുന്നു. അച്ഛൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ കടക്കാരന് നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് വരെ അവിടുത്തെ കുട്ടികൾക്ക് വരെ അറിയാമായിരുന്നു അല്ലേ. നമ്മൾ പറയും, ഞാൻ പോവില്ല കടയിൽ, കാരണം അവിടെ ഒത്തിരി പൈസ കൊടുക്കാനുണ്ട്, അച്ഛൻ ആ പൈസ കൊടുത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ വാശി പിടിക്കും. എന്നാലും പറയും അത് സാരമില്ല, അച്ഛൻ കൊടുത്തോളാം, അടുത്തയാഴ്ച അച്ഛൻ കൊടുത്തോളാം, മോള് ചെല്ല, അച്ഛൻ തന്നോളാം എന്ന് പറയുക എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊന്നും കടയിൽ പോകാനൊന്നും സമയമില്ല, അവരാരും പോകുന്നുമില്ല, അവരെ ആരും അതിലൊന്നും നമ്മൾ ഉൾപ്പെടുത്താറുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും നമ്മൾ കാറിൽ തന്നെ എല്ലാം വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ലേ. ഇപ്പോൾ മക്കൾ പറയുകയാണ് രാവിലെ പുട്ടിരിക്കുന്ന അത് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം. അത് ദുഃഖമായാലും സന്തോഷമായാലും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. പരസ്പരം ഒരു സ്നേഹമില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല.
അതിൻ്റെ പേരിലാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും ആ പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാലം. ഓക്കെ ഗായ്സ്, ബൈ.